ഹായ്, വെൽക്കം ബാക്ക് ടു ഹാനാസ് ബുക്ക് ഓഫ് ജോയ്. ഇന്ന് നാം ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ട പുളിഞ്ചാറാണ്. ഇത് ഹെൽത്തി ഡിഷാണ്. ഇത് എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു ഡിഷാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിൽ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു ഡിഷ് കൂടെയാണ്. വേണ്ട ഇൻഗ്രീഡിയൻസ്: പച്ചമുളക്, കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞത്, പെരിഞ്ചീരകവും കറുവാപ്പട്ടയും ചതച്ചത് കുറച്ച്, 2 ഗ്രാമ്പൂ, കറുവാപ്പട്ട ചതയ്ക്കാത്തത് കുറച്ച്, പെരിഞ്ചീരകം ചതയ്ക്കാത്തത് കുറച്ച്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, മുട്ട, ഇത്രയുമാണ് വേണ്ട ഇൻഗ്രീഡിയൻസ്. അതിനോടൊപ്പം നമുക്ക് ഏറ്റവും പ്രധാനമായ ഘടകം കുടംപുളിയാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുടംപുളിയാണ്. ഞാൻ കുടംപുളി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഇനി ഈ മുട്ട പുളിഞ്ചാറ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു കടായി എടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് അത് ചൂടാകുമ്പോൾ കടുക് ഇടുക. കുടംപുളി ഇട്ട് മുട്ടക്കറി സാധാരണ അങ്ങനെ ആരും കേട്ടിട്ടില്ല. പക്ഷെ പുളിങ്കറി പല വിധത്തിലുണ്ട്. പക്ഷെ മുട്ട പുളിങ്കറി ഞങ്ങളുടെ നാട്ടിൽ പ്രധാന ഒരു വിഭവം കൂടിയാണ്. ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഗ്രാമ്പൂ, കറുവാപ്പട്ട, പെരിഞ്ചീരകം ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് മൂത്ത് വരുമ്പോൾ കുഞ്ഞുള്ളി അരിഞ്ഞത് ചേർക്കുക. കുഞ്ഞുള്ളി കൂടുതൽ ചേർക്കുന്നത് ഏറ്റവും സ്വാദിഷ്ടവും ഹെൽത്തിയുമാണ്. ഞാനിവിടെ കുറച്ച് കുഞ്ഞുള്ളിയെ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ കുഞ്ഞുള്ളി സ്വാദിഷ്ടമാണെങ്കിൽ കൂടുതൽ കുഞ്ഞുള്ളി ചേർക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് വഴറ്റി എടുക്കുക. കുറച്ച് നിറം മാറുന്നത് ഇവിടെ വഴറ്റാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് പെരിഞ്ചീരകം ചതച്ചതും കറുവാപ്പട്ട ചതച്ചതും ഉള്ളതും കൂടെ ചേർക്കുക. ഇത് നല്ലൊരു മണം വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ പിന്നീട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് കറുവാപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് വഴറ്റുക. വീണ്ടും ഈ കൂട്ടെല്ലാം നന്നായി വഴണ്ട് വരുമ്പോൾ നമുക്കിനി മസാല ചേർക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി കുറച്ചിടുക. അതിനുശേഷം കുറച്ച് മുളക് പൊടി, 1/4 ടീസ്പൂൺ മതിയാകും. മുളക് പൊടി 1/2 ടീസ്പൂൺ വരെ ഇപ്പോൾ ചേർക്കാം. കുരുമുളകാണ് മെയിനായിട്ട് ഇതിൽ ചേർക്കേണ്ടത്. കുരുമുളകാണ് ഇതിന് വേണ്ട മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. കുരുമുളക് കൂടുതൽ ചേർക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ, കളർ വേണമെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടി ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നല്ലവണ്ണം മസാല പച്ചമണം മാറുന്നത് വരെ ഇളക്കിയെടുക്കുക. ഇനി ഇതിൻ്റെ
പ്രധാന ഘടകമായ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചത് ഒഴിച്ചു കൊടുക്കുന്നു. 1 കപ്പ് വെള്ളവും കൂടെ അഡീഷണലായിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ലവണ്ണം തിളയ്ക്കണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായി അടച്ചു വെച്ച് തിളപ്പിക്കുക. ലാസ്റ്റ് കുറച്ചുകൂടെ കളറിന് വേണ്ടിയാണ് ഞാൻ കുറച്ചുകൂടെ മുളക് പൊടി ചേർത്ത് കൊടുത്തത്. വേണമെങ്കിൽ കൊടുത്താൽ മതി. ഇതിലേക്ക് പുളിയുടെ സത്തെല്ലാം നന്നായിട്ട് ഇറങ്ങുവാൻ വേണ്ടിയാണ് നമ്മൾ മൂടി വെച്ച് കുറച്ച് നേരം നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ചതിന് ശേഷം മാത്രമേ മുട്ട പൊട്ടിച്ചൊഴിക്കാവൂ. എത്ര മുട്ട വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഇപ്പം ഞാൻ 3 മുട്ടയെ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് 5ഓ 6ഓ ഒക്കെ ഇതിലേക്ക് ചേർക്കാം. ഇതിൻ്റെ പുളി മുട്ടയിൽ ഇറങ്ങും. ഈ കറിയിലെ പ്രധാന ഘടകം പുളിയാണ്, ഈ കുടംപുളിയാണ്. നല്ല മണമാണ്, നല്ല ഹെൽത്തിയാണ്, നല്ല സ്വാദിഷ്ടമായ കറിയുമാണ്. ചോറിൻ്റെ കൂടെയാണ് ഈ കറി കഴിക്കുന്നത്. നല്ല ഒരു കറിയുമാണ്. സ്വാദിഷ്ടമായത് ഔഷധ ഗുണമുള്ളതും ആയ ഒരു വ്യത്യസ്തമായ ഒരു പുളിങ്കറിയാണ് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ഇന്നത്തെ റെസിപ്പി ഇതാണ്. അടുത്ത ആഴ്ച മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.